ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, എൻ്റെ കണ്ടന്റ് ഇതാണ്. നമ്മളൊരു വീട് എങ്ങനെയൊക്കെ നമ്മൾ എത്രത്തോളം പ്ലാസ്റ്ററിങ് ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്ത് എടുത്താലും ആ വീടിൻ്റെ പെയിൻറ്റിങ് വർക്ക് മോശമായി കഴിഞ്ഞാൽ ആ വീടിന് ഒരു ചന്തവും കാണില്ല. പെയിൻറ്റിങ് കാരണം നമ്മളൊരു പൈസയൊക്കെ മുടക്കി കുറച്ച് മോഡലും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് കോർണിഷ് വർക്കൊക്കെ ചെയ്ത് ഒരു വീട് കുറച്ച് മനോഹരമായിട്ട് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ പെയിൻറ്റിങ്ങിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും പൈസ മുടക്കി നമ്മൾ വീട് വെച്ചിട്ട് അതിൻ്റെ പെയിൻറ്റിങ് വർക്ക് മോശമായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ആ വീടിൻ്റെ ഭംഗി തന്നെ അങ്ങ് മാറും. ഇപ്പോൾ നമ്മളിവിടെ അത്യാവശ്യത്തിന് പഴക്കമുള്ള ഒരു വീടായിരുന്നു. നമ്മൾ അതിൻ്റെ വർക്ക് ചെയ്തു, പെയിൻറ്റിങ് ഉൾപ്പെടെ നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് നമ്മൾ ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ആ പെയിൻറ്റിങ് മേശിരി. അപ്പോൾ പുള്ളിക്കാരൻ്റെ കെയർ ഓഫിലാണ് ആൾക്കാർ വന്ന് വർക്ക് ചെയ്തത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നമ്മൾ മാക്സിമം ഒരു 10-15 ദിവസം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യാൻ. അതാണ് മെയിനായിട്ടുള്ള കാരണം. നാളെ ഞായറാഴ്ച, നാളെ ഈ വീട് പാല് കാച്ചാണ്. അപ്പോൾ ഇന്ന് നൈറ്റും കൂടെയൊക്കെ നിന്ന് കംപ്ലീറ്റ് വർക്ക്, അതായത് വർക്ക് കംപ്ലീറ്റ് ഫിനിഷായി. ഇനി കബോർഡിലൊക്കെ കുറച്ച് ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ, ബാക്കി കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡോറ്. അപ്പോൾ ഫ്രണ്ടിലെ ഡോറ് വളരെ മോശമായിരുന്നു. അതിൽ തേക്കിൻ്റെ ഗ്രൈൻസ് ഒക്കെ വരച്ച് നല്ല അടിപൊളിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു വീടിൻ്റെ വീഡിയോ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണം. കാരണം പെയിൻറ്റിങ് മോശമായി കഴിഞ്ഞാൽ വീടിൻ്റെ ഭംഗി തന്നെ അങ്ങ് മാറി.